ശബരിമലയിലെ ആചാരലംഘനത്തിനെതിരെയും സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയും KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പര്യടനം ഇന്ന് സമാപിക്കും. കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ എന്നിവർ നയിക്കുന്ന മേഖലാ ജാഥകൾ ആണ് പന്തളത്ത് സമാപിക്കുക. UDF നേതാക്കൾ അണിനിരക്കുന്ന വിപുലമായ പദയാത്രയോടെയായിരിക്കും സമാപന സമ്മേളനം നടക്കുക. അതേസമയം വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കുന്നില്ല. KPCC പുനഃസംഘടനാ തർക്കങ്ങളുമായി ബന്ധമില്ല എന്നാണ് ഇതിൽ കെ മുരളീധരന്റെ പ്രതികരണം. ഗുരുവായൂരിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്നുമാണ് വിശദീകരണം. എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് ക്ഷുഭിതനായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകിയത്. തൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. KPCC പുനഃസംഘടനയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മറുപടിയായിരുന്നു ഇത്. ആദ്യം VD സതീശന്റെ വാക്കുകളിലേക്ക്. അതൊന്നുമല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാ. ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോയത്. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന്, എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന്. നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട്, വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ശരിയാണ് എന്ന് പറയണം. സാധാരണ ഈ ഭാരവാഹി പട്ടിക വരുമ്പോൾ വലിയ പൊട്ടിത്തെറികളൊക്കെയാണ് പാർട്ടിയിൽ നടക്കാറുള്ളത്. ഇപ്പോൾ വിമർശനങ്ങളുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതായി വരുന്നത്? കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുള്ള നേതാക്കളുടെ വിവരങ്ങൾ അവർ ഹൈക്കമാൻഡിനെ എന്താണ് അതൃപ്തിക്ക് കാരണം എന്നതടക്കമുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചതാണ്. അതിനിടയിലാണ് കെ മുരളീധരൻ ഒരേ ഒരു പേര് മാത്രമാണ് പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശിച്ചത്. പക്ഷേ ആ പേര് ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന വാർത്ത ഇന്നലെ നമ്മൾ തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സംഗമത്തിൽ ഈ കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന വിവരം കൂടി പുറത്തു വന്നത്. പക്ഷേ അതിനെ അതൃപ്തിയുമായി കൂട്ടിവായിക്കേണ്ടതില്ല എന്നാണ് മുരളീധരനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹം എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ട്. മാത്രവുമല്ല, മുൻനിശ്ചയിച്ച ചില പരിപാടികൾ ഇന്ന് അദ്ദേഹത്തിന് ഗുരുവായൂരിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പന്തളത്തേക്ക് ഇന്ന് എത്താതിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ വലിയ തരത്തിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ 4 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തി വാക്കുകളായും ഫേസ്ബുക്ക് പോസ്റ്റുകളായും ഒക്കെ ഇന്നലെ മുതൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് കെ മുരളീധരൻ വിശ്വാസ സംഗമ യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. അതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.